രാജ്യത്തെ മദ്രസകളിൽ ഉടൻ ദേശീയ അന്വേഷണ ഏജൻസി ഒരു റെയ്ഡ് നടത്തണം. ഇല്ലെങ്കിൽ സംഭവിക്കുക മറ്റൊന്നായിരിക്കും. എത്രയും പെട്ടെന്ന് കേരളമടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മദ്രസകളിൽ ഒരു റെയ്ഡ് നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നും യുപിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ എത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് നടപ്പിലാക്കാൻ മോദി സർക്കാർ തന്നെ ഒരു നീക്കം നടത്തിയത്. അത് നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകുമായിരുന്നു. നിലവിൽ ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. എന്താണ് സംഭവമെന്നാൽ ഉത്തർപ്രദേശിലെ മദ്രസയിൽ നിന്നുമാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിലെ ഒരു മദ്രസയിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഫാൻ കണ്ടെത്തിയത് പ്രാദേശികമായി വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. മദ്രസയിലെ പുരോഹിതൻ ഫാൻ നന്നാക്കാൻ ഒരു കടയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത്. ബിഷൻപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജംഗിൾ ബുഷൻപുരയിൽ സ്ഥിതി ചെയ്യുന്ന മദ്രസ ഖദിറിയ ഹക്കിക്കത്തൂർ ഉലുമയിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ഫാൻ നന്നാക്കാൻ എടുത്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഒരു ഫാനിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന വാക്കുകളും അതോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട്. കൂടാതെ മെയ്ഡ് ഇൻ പാകിസ്ഥാനും അല്ലാതെ ആ ഫാനിന്റെ മറ്റു ഭാഗത്ത് പാകിസ്ഥാൻ എന്ന വാക്കുകളും എഴുതിയതും വിദേശ അടയാളങ്ങളായ അൽ അഹമ്മദ് ഉള്ളതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ വലിയ രീതിയിൽ ഒരു ആശങ്കയായത്. പാകിസ്ഥാൻ എന്ന് എഴുതിയ ഈ ഫാൻ എങ്ങനെയാണ് മദ്രസയിൽ എത്തിയതെന്ന് ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്. ഇതിപ്പോൾ പോലീസ്, അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ ഒരു അന്വേഷണം നടക്കുകയാണ്. യുപിയിലുള്ള പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെ വിഷയം കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പലരും സംഭവത്തെ ഗൗരവമായി കാണുകയും ഭരണപരമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യമായി യുപി സർക്കാർ ഇതിൽ ഇടപെടണമെന്ന് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെ പറയുകയാണ്. ഫാൻ സംഭാവന ചെയ്ത ഷംസുദ്ദീൻ പറയുന്നത് തന്റെ മകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ഫാൻ കൊറിയർ ചെയ്തിരുന്നു. പക്ഷെ അന്നു മുതൽ അദ്ദേഹം അത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 2023 അദ്ദേഹം മദ്രസയ്ക്ക് ഫാൻ സംഭാവന ചെയ്തു. മദ്രസ അംഗങ്ങൾ ഫാൻ പുറത്തെടുത്ത് സർവീസിനായി ഒരു കടയിലേക്ക് അയച്ചപ്പോൾ അത് പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണെന്ന് അവർ കണ്ടെത്തുന്നു. ആ ഫാനിന്റെ പുറം ഭാഗത്ത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മദ്രസയിലെ പുരോഹിതൻ 2 ഫാനുകളും ഒരു മോട്ടോറും നന്നാക്കാൻ കൊണ്ടുവന്നതായി ഫാൻ മെക്കാനിക് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഫാനിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നും മെക്കാനിക് കൂട്ടിച്ചേർത്തു. മദ്രസയിൽ ഫാനുകൾ പോലും പാകിസ്ഥാൻ നിർമ്മിതമാണ് എങ്കിൽ മദ്രസയിലെ ഗോഡൌണുകളിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളും ബോംബുകളും ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. യുപിയിലെ വലിയ രീതിയിലുള്ള ഒരു കലാപം, അതായത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് യോഗി ആദിത്യനാഥിന്റെ ആ ഒരു യുപി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ യോഗി ആദിത്യനാഥ് സമ്മേളനം നടത്തുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിൽ ആളുകളുടെ മേൽ തള്ളിക്കയറ്റാനും ആൾക്കൂട്ടത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടൊരു തള്ളലുണ്ടാക്കി വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ ആളുകളെ അപകടത്തിൽപ്പെടുത്താനും അപായപ്പെടുത്താനുമുള്ള പല നീക്കങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് മദ്രസയിൽ ഈ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന ഫാൻ അവിടെ എത്തിയത്. കാരണം ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഫാൻ വാങ്ങിക്കണമെങ്കിൽ തൊട്ടടുത്ത കടകളിൽ തന്നെ ഇഷ്ടംപോലെ അവിടെ ഫാനുകളുണ്ട്. ഫാനിൻ്റെ ഇഷ്ടംപോലെ പ്രസിദ്ധമായ ചില കടകളുമുണ്ട്, ഷോപ്പിംഗ് മോളുണ്ട്, ഗോഡൗണുകളുണ്ട്, ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. അവിടെ ഫാൻ തന്നെ നിർമ്മിക്കുന്ന ഒരു ഏരിയ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഫാൻ വാങ്ങിക്കാതെ പാകിസ്ഥാനിൽ നിന്നും ഈ ഫാൻ എത്തണമെങ്കിൽ മദ്രസയിൽ മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കിയാൽ ചിലപ്പോൾ ആയുധങ്ങൾ, ബോംബുകൾ, ചിലപ്പോൾ തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നൊരു സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെ ഒന്നടക്കം യോഗി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്നും സമഗ്രമായ ഒരു അന്വേഷണം ഇതിലേക്ക് നടത്തണം എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.